എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ വൃന്ദാവന സാരംഗിയിലുള്ള രംഗപുര വിഹാര എന്ന കൃതിയുടെ പല്ലവി നൊട്ടേഷൻ നോക്കിയിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ അനുപല്ലവി എന്ന് നോക്കാം. 2 കള രൂപകമാണ് താളം. മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതിയാണ്. ഇതിൻ്റെ പല്ലവി സാഹിത്യം വരുന്നത് അങ്കജ ജനകദേവ വൃന്ദാവന സാരംഗേന്ദ്ര വരദ രാമാന്തരംഗ ശ്യാമളാംഗ വിഹംഗ തുരംഗ സദയാപാംഗ സത്സംഗ. ശ്യാമളാംഗ ഇതിൽ തുടങ്ങി മധ്യമകാല സാഹിത്യമാണ്. സമത്തിലാണ് തുടങ്ങുന്നത്. അങ്കജ ജനകദേവ അങ്കജ നിവ നീലാണ് വന്നത്, പക്ഷെ മധ്യമത്തിന്ന് ഇങ്ങനെ എടുത്താണ് പാടുന്നത്. മനിവ അങ്കജ മനിവ നിമപ അങ്കജ ജനകദേവ ജനക പസരി സരി നിവ ജനകദേവ പനി നിസ അങ്കജ ജനകദേവ അങ്കജ ജനകദേവ. അപ്പം അതിൻ്റെ എൻഡിൽ സെക്കൻഡ് ടൈം പാടുമ്പം എൻഡിലാണ് ചെറിയ വ്യത്യാസം വരുന്നത്. ദേവ സാനിരേ എന്ന് വരും. അപ്പം അങ്കജ ജനകദേവ. അപ്പം സെക്കൻഡ് ടൈം പാടിയിട്ട് അവിടുന്ന് കണക്ട് ചെയ്താണ് മൂന്നാമത് പാടുന്നത്. ആ അങ്കജ ജനകദേവ. അതിന് വ്യത്യാസമൊന്നുമില്ല. വൃന്ദാവന വൃന്ദാവന സാരംഗേന്ദ്ര. അത് രാഗമുദ്രയാണ്. വൃന്ദാവന സാരംഗ എന്ന രാഗത്തിലാണ് ഈ കൃതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം രാഗമുദ്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വൃന്ദാവന സാരംഗേന്ദ്ര സാരംഗ എന്നുള്ളത്. അപ്പം നമ്മൾ ഏത് കൃതിയിലാണോ ഏത് രാഗത്തിലാണോ ഒരു കൃതി നമ്മൾ പാടുന്നത്, ആ രാഗം ആ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ രാഗമുദ്ര എന്നാണ് പറയുന്നത്. ഓരോ വാഗ്ഗേയകാരന്മാർ അവരുടേതായിട്ടുള്ള മുദ്രകൾ, ഇപ്പം മുത്തുസ്വാമി ദീക്ഷിതർക്ക് ഗുരുഗുഹ, ശ്യാമശാസ്ത്രിക്ക് ശ്യാമകൃഷ്ണ, ത്യാഗരാജ സ്വാമികൾക്ക് ത്യാഗരാജ, അങ്ങനെ സ്വാതി തിരുനാളിന് ജലജാഷ, അങ്ങനെ ഒത്തിരി. അദ്ദേഹത്തിന് പത്മനാഭൻ്റെ കുറേ പര്യായ പദങ്ങളാണ് സ്വാതി തിരുനാൾ അദ്ദേഹത്തിൻ്റെ മുദ്രയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാഗത്തിൻ്റെ പേര്, ആ രാഗത്തിൻ്റെ പേര് തന്നെ അതിൽ എവിടെയെങ്കിലും പല്ലവിയിലോ അനുപല്ലവിയിലോ ചരണത്തിലോ ചേർക്കുന്ന സമ്പ്രദായം ഉണ്ട്. അപ്പോൾ അതിനെ രാഗമുദ്ര എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് വൃന്ദാവന സാരംഗേന്ദ്ര എന്ന് കൊടുത്തേക്കുന്നത്. വൃന്ദാവന സാരംഗ എന്നുള്ള നമ്മുടെ ആ രാഗത്തിൻ്റെ പേരാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ
രാഗമുദ്ര എന്ന് പറയും. വൃന്ദാവന സാരംഗേന്ദ്ര വരദ രാമാന്തരംഗ എന്നാണ് സാഹിത്യം വരുന്നത്. വരദര വര നീ 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 നി വര ദര മാന്ത ദ ദര മാ പനി പമരി ദര മാന്ത മാ പ. അവിടെ സാഹിത്യത്തിന്റെ അക്ഷരം രാമാന്ത എന്നുള്ള മായും സ്വരം മധ്യമമാണ് വരുന്നത്. അപ്പം സ്വരവും അക്ഷരവും ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. അതിന് സ്വരാക്ഷരം എന്നാണ് നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിൽ പറയുന്നത്. അപ്പോൾ സാഹിത്യത്തിൻ്റെ അക്ഷരങ്ങളും സ്വരവും ഒരേപോലെ ഒരേ അക്ഷരം വന്നാൽ അതിനെ സ്വരാക്ഷരം എന്ന് പറയും. വരദരമാന്ത രംഗ മാനിവ പാനിനിമ പാനിനിമ പ രംഗ വൃന്ദാവന സാരംഗേന്ദ്ര വരദ രാമാന്ത രംഗ. ഒന്നുകൂടെ ഇതിനകത്ത് രണ്ടാമത്തെ സെക്കൻഡ് സംഗതിക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നത്. വൃന്ദാവന സാരംഗേന്ദ്ര വരദ വരദാര വരദ എന്നുള്ള ദായും പിന്നെ ര ആ രണ്ടും അക്ഷരം ചേരുന്ന അവിടെ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ട്, വ്യത്യാസമുണ്ട് ആദ്യത്തേതിൽ നിന്ന്. ആദ്യത്തേത് വരദര അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അല്പം കൂടെ ചെറിയ വ്യത്യാസം വരുന്നത്. വരദരമാന്തരംഗ വരദര മാ പനി പനി നി ഭവരി എന്ന് വരും. അപ്പം മാ പനി പനി നി ഭവരി വരദ രാമാന്ത രംഗ. വൃന്ദാവന സാരംഗേന്ദ്ര വരദ രാമാന്ത രംഗ ശ്യാമളാംഗ. അടുത്ത വരി മധ്യമകാല സാഹിത്യമാണ്. ആ ദ്രുതത്തിന്റെ സെക്കൻഡ് വീച്ചില് ശ്യാമളാംഗ വിഹംഗ തുരംഗ ശ്യാമളാംഗ പനിസ പാപ ശ്യാമളാംഗ വിഹംഗ മപമരീരി തുരംഗ രീരി സരീനി സരീനി സ തുരംഗ ശ്യാമളാംഗ വിഹംഗ തുരംഗ സദയാപാംഗ സത്സംഗ സദയാ. അവിടെ ഒരു ഗാന്ധാരത്തിന്റെ പ്രയോഗം വരുന്നുണ്ട്. അതായത്
വൃന്ദാവന സാരംഗിക്ക് സരിമ പനിസ സനിപ മരിസ എന്നുള്ളതാണ് ആരോഹണം അവരോഹണം. പക്ഷേ സനിപ മരിഗരിസ എന്നുള്ള ഒരു അവരോഹണം കൂടി ഈ വൃന്ദാവന സാരംഗിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഗാന്ധാരം പല്ലവിയിൽ ഒരിടത്ത് ഉണ്ടായിരുന്നു, അപ്പം അനുപല്ലവിയിൽ നമുക്ക് ഒരിടത്ത് കാണാൻ സാധിക്കും. ഈ വളരെ റയറായിട്ടാണ് ഗാന്ധാരത്തിന്റെ പ്രയോഗം വരുന്നത്. ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുന്നത് ശ്യാമളാംഗ, ആദ്യത്തെ ശ്യാമളാംഗ ശ്യാമളാംഗ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് ചെറിയ വ്യത്യാസം വരുന്നത് ശ്യാമളാംഗ പാനി നീരിസ ശ്യാമളാംഗ വിഹംഗ വിഹംഗ മാപനി മമരീരി വിഹംഗ തുരംഗ സദയ പംഗ സത്സംഗ രംഗ പൂരവി നമുക്കിതൊന്ന് മൊത്തത്തിൽ അനുപല്ലവി ഒന്ന് പാടി നോക്കാം. അങ്കജ രംഗ വൃന്ദാവന സാരംഗേന്ദ്ര വരദ രാമാദ രംഗ ശ്യാമളാംഗ വിഹംഗ തുരംഗ സദയാ ശ്യാമളാംഗ വിഹംഗ തുരംഗ സദയാ പംഗ സത്സംഗ രംഗ പൂരവിഹാര ശ്യാമളാംഗ വിഹംഗ തുരംഗ സദയാ പംഗ സത്സംഗ രഘുവീര ശ്രീരംഗ പൂരവി ഇതിൻ്റെ ചരണം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. താങ്ക് യു.